ഹലോ സ്റ്റുഡൻസ്, 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ മോഷനിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5 വരെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 10 ഓൾസോ. ഇനി നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ 8.11 ഷോസ് ദ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഓഫ് 3 objects A, B and C. Study the graph and answer the following questions. We have 4 questions. നമുക്ക് 4 ക്വസ്റ്റ്യൻ ഉണ്ട്. Which of the 3 is traveling the fastest? Are all 3 ever at the same point on the road? How far has C traveled when B passes A? How far has B traveled by the time it passes C? First question നോക്കാം. Which of the 3 is traveling the fastest? ഏതാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇതാണ്. ഗ്രാഫിൽ എ, ബി ആൻഡ് സി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ, ബി ആൻഡ് സി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് ഗ്രാഫിൻ്റെ സ്ലോപ്പാണോ കൂടുതൽ അതിനായിരിക്കും കൂടുതൽ സ്പീഡ് ഉണ്ടാവുക. നമ്മൾ ഗ്രാഫ് പഠിക്കുന്ന സമയത്ത് തിയറി പാർട്ടിൽ പഠിക്കുന്നതാണ്. ഏത് ഗ്രാഫിനാണോ സ്ലോപ്പ് കൂടുതലുള്ളത് അതിൻ്റെ വെലോസിറ്റി ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ അതായിരിക്കും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ വൈ ആക്സിസിൽ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഗ്രാഫ് ഏതാണ്? ഇത് കുറച്ചിങ്ങ് താഴ്ന്നിട്ടുള്ളത് അല്ലേ. ഇതിനിപ്പോൾ ഇവിടെ ഒറിജിനിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ആംഗിൾ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്ലോപ്പ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ ബിക്കാണ് ഏറ്റവും കൂടുതൽ സ്ലോപ്പ് വരുന്നത്. അതുകൊണ്ട് ബി ആയിരിക്കും ഫാസ്റ്റായി ട്രാവൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർ ഓൾ 3 എവർ അറ്റ് ദ സെയിം പോയിൻ്റ് ഓൺ ദ റോഡ്? എപ്പോഴെങ്കിലും ഈ 3 എയും ബിയും സിയും എപ്പോഴെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ 3 ഗ്രാഫും 3 ലൈൻസും ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു പോയിന്റിൽ ഇൻ്റർസെക്ഷൻ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ബി എന്ന ഗ്രാഫും എ എന്നതും. അപ്പോൾ ഈ പോയിന്റിൽ എയും ബിയും അറ്റ് എ ടൈം റോഡിൽ വരുന്നുണ്ട്. അതേസമയം ഇവിടെയാണെങ്കിലോ സിയും എയും അറ്റ് എ ടൈം സെയിം പോയിന്റിൽ വരുന്നുണ്ട്. പക്ഷെ 3 ഒന്നിച്ച് വരുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഫാർ ഹാസ് സി ട്രാവൽഡ് വെൻ ബി പാസസ് എ? സി എത്ര ട്രാവൽ ചെയ്തു ബി എയെ പാസ് ചെയ്ത് പോകുമ്പോൾ? ബി ഇതാണ്, എ ഇതാണ്. ബി എയെ പാസ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിന് ശേഷമാണ് അല്ലേ. ഈ ഒരു പോയിന്റിലാണ് ബി എയെ പാസ് ചെയ്ത് പോകുന്നത്. ഇത് നടക്കുന്നത് ഒരു പർട്ടിക്കുലർ ടൈമിലാണ് അല്ലേ. ഏത് ടൈമിലാണ്? ഈ നേരെ നമ്മൾ താഴത്തേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ ഒരു ടൈമിലാണ് നടക്കുന്നത്. ആ സമയത്ത് സി എത്ര ട്രാവൽ ചെയ്തു അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ വെൻ ബി പാസസ് എന്ന് പറയുന്ന ഈ ഒരു ടൈമിൽ അതേതാ ടൈം എന്ന് ആദ്യം മനസ്സിലാക്കുക. അതായത് ഈ ഒരു സമയം, ഇതാണ് സമയം. ഈ ഒരു സമയത്ത് സി എത്ര ട്രാവൽ ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, സിയിൽ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് സി എത്ര ട്രാവൽ ചെയ്തു എന്ന് അറിയണ്ടെങ്കിൽ ടൈം നമുക്ക് കിട്ടി. ആ സമയത്ത് എത്ര ട്രാവൽ ചെയ്തു എന്ന് അറിയണ്ടെങ്കിൽ വൈ ആക്സിസിലാണ് ഡിസ്റ്റൻസ് ഉള്ളത്. അതുകൊണ്ട് വൈ ആക്സിസിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇങ്ങനെ വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ സ്കെയിൽ വെച്ച് വരക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് 8ലേക്ക് വരുന്നില്ല, കുറച്ച് താഴേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ട്രാവൽ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ഇത്രയും ഡിസ്റ്റൻസ്, ഈ ഹൈറ്റാണ് സി ട്രാവൽ ചെയ്തത്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ സി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റാണ്. അപ്പോൾ ഇത് എത്രയാണെന്ന് നമ്മൾ മെഷർ ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുമ്പോൾ നമുക്കിതിപ്പോൾ 7 ആണെന്നോ 6 ആണെന്നോ ഒന്നും പറയാൻ കഴിയില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫിൻ്റെ സ്കെയിൽ അറിഞ്ഞിരിക്കണം. ഇവിടെ നോക്കിയേ,
ഡിസ്റ്റൻസ് നമുക്ക് കൊടുത്തിരിക്കുന്നത് കിലോമീറ്ററിലാണ്. ഡിസ്റ്റൻസ് കിലോമീറ്ററിലാണ് ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടുന്ന് ഇവിടം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കിലോമീറ്ററാണ്. അതുപോലെ 4 കിലോമീറ്ററിൻ്റെ ഡിവിഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. എത്ര ഡിവിഷനാണ് 4 കിലോമീറ്റർ നോക്കിയേ, 1 2 3 4 5 6 7. 7 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 7 ഡിവിഷൻ 4 കിലോമീറ്റർ ആണ്. ഓക്കെ, 1 ഡിവിഷൻ എത്രയാണ്? എന്ത് ചെയ്താൽ മതി, ഇതിങ്ങോട്ടേക്ക് പോവും, 4/7 കിലോമീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര ഡിവിഷനാണ് നോക്കിയേ, ഇവിടം വരെ 7 ഉണ്ട്, 8 9 10 11 12 13.5 അങ്ങനെയോ മറ്റോ നമ്മൾ എടുക്കേണ്ടി വരും അല്ലേ. നമുക്കൊരു 13.5 എടുക്കാം. ഓക്കെ, അപ്പോൾ 13.5 ഡിവിഷനാണ് നമ്മുടെ സി ട്രാവൽ ചെയ്തിട്ടുള്ളത്. അത് എത്രയാണ്, എത്ര കിലോമീറ്ററാണെന്ന് അറിയണം. അതിനു വേണ്ടി 13.5 × 4/7 ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 7.71 കിട്ടും. 7.71 കിലോമീറ്റർ. നിങ്ങൾ ഇപ്പോൾ 13.5 അല്ലാതെ അതിനേക്കാളും കുറച്ച് മേലെയുണ്ട്, 13.7 13.6 ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ വാല്യൂവിൽ ചെറിയൊരു വ്യത്യാസം വരും. എന്നാലും നിങ്ങൾക്ക് 7 തന്നെ ആൻസറായിട്ട് കിട്ടും. അതായത് 8നേക്കാളും കുറവായിട്ട് കിട്ടും. അതൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഗ്രാഫ് ഉപയോഗിച്ചിട്ടല്ലേ ചെയ്യുന്നത്, ഗ്രാഫ് പേപ്പറിലല്ലോ. അപ്പോൾ 7.71 കിലോമീറ്ററാണ് സി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഫാർ ഹാസ് ബി ട്രാവൽഡ് ബൈ ദ ടൈം ഇറ്റ് പാസസ് സി. ഇനി എളുപ്പമാണ്, നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായി. ഹൗ ഫാർ ബി ട്രാവൽഡ് ബൈ ദ ടൈം ഇറ്റ് പാസസ് സി. ബി സിയെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ബി എത്ര ട്രാവൽ ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ സി, ഇതാണ് ബി. അപ്പോൾ ബി സിയും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇതാണ്. ഈ ഒരു പോയിൻറ്റിന് ശേഷം എന്ത് ചെയ്യും, ബി സിയെ പാസ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടൈം താഴേക്ക് വരയ്ക്കുക. ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ, അതായത് ഈ ഒരു ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ബി ട്രാവൽ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിയും സിയും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇത് തന്നെയാണ്. അതിന് എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് പെർപെൻഡിക്കുലർ നേരത്തെ വരച്ച പോലെ വരയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബി. ഇനി നമുക്ക് എളുപ്പമാണ്, നമ്മൾ 1 ഡിവിഷൻ എത്രയാണെന്ന് കണ്ടുവച്ചിട്ടുണ്ട്. 1 ഡിവിഷൻ ഈസ് 4/7 കിലോമീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബി എത്രയായിരിക്കും, എത്ര ഡിവിഷൻ വരുന്നുണ്ട്, 1 2 3 4 5 6 7 8 9. നമുക്കൊരു 9.2 ആണെന്ന് വിചാരിക്കാം, കുറച്ച് മേലെ വരുന്നുണ്ടല്ലോ. അപ്പോൾ 9.2 ഡിവിഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് എത്ര കിലോമീറ്ററാണ്, 9.2 × 4/7. നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ നിയർലി 6 കിലോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 7th question. A ball is gently dropped from a height of 20 meter. A ball is gently dropped from a height of 20 meter. This height is 20 meter. Okay. If its velocity increases uniformly at the rate of 10 meter per second square, ആക്സിലറേഷനാണ് തന്നിരിക്കുന്നത് അല്ലേ, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. തന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഒന്ന് നോക്കിയാലും മതിയാവും. വിത്ത് വാട്ട് വെലോസിറ്റി വിൽ ഇറ്റ് സ്ട്രൈക്ക് ദ ഗ്രൗണ്ട്, അപ്പോൾ കല്ല് മേലെ നിന്ന് ഡ്രോപ്പ് ചെയ്തു, താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റിയാണ്. കല്ല് മേലെ നിന്ന് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു വെലോസിറ്റി ഉണ്ട് അല്ലേ, പക്ഷേ അത് എത്രയാണ്, ജസ്റ്റ് ഡ്രോപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഫോൾ എന്ന് പറയുന്ന അതേ സെയിം കണ്ടീഷനാണ്. അപ്പോൾ യു വിൽ ബി ഈക്വൽ ടു 0 മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. ജെൻ്റ്ലി ഡ്രോപ്ഡ് അങ്ങനെ ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ഈസ് ഈക്വൽ ടു 0 എന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ആഫ്റ്റർ വാട്ട് ടൈം വിൽ ഇറ്റ് സ്ട്രൈക്ക് ദ ഗ്രൗണ്ട്, ടൈമും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് ദ ടൈം ഓൾസോ. പിന്നെ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. അതായത് എസ് നമുക്ക് തന്നിട്ടുണ്ട്, എസ് ഈസ് ഈക്വൽ ടു
20 മീറ്റർ. ഇനി ഈ ഏതെങ്കിലും ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ടിയും വിയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം v ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ആണെങ്കിൽ വി നമ്മുടെ കയ്യിലുണ്ട്, വി നമ്മുടെ കയ്യിലില്ല, യു ഉണ്ട്, എ ഉണ്ട്, ടൈമില്ല. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇവിടെ നമുക്ക് എസ് ഉണ്ട്, എ ഉണ്ട്, യു ഉണ്ട് അല്ലേ, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു 0 ആണ്, 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ. വാട്ട് ഈസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സിലറേഷൻ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 10 ഇൻറ്റു 10 വാട്ട്? എസ് ഈസ് ഈക്വൽ ടു 20. ഇസ് ഇറ്റ്? സോ യു മൾട്ടിപ്ലൈ ചെയ്യാം, യു വിൽ ഗെറ്റ് 400. ഇസ് ഇറ്റ്? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 400. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 400, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി നമുക്ക് ടൈം കണ്ടുപിടിക്കാം. ടൈം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷനും ഉപയോഗിക്കാം. പക്ഷേ അതിൽ ടി സ്ക്വയറൊക്കെ വരുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ളത് ഉപയോഗിക്കാം. ഓക്കെ, വി എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. വി എത്രയാണ്? 20 ഈസ് ഈക്വൽ ടു 0 പ്ലസ് എ 10 ആണ് ഇൻറ്റു ടി, ദാറ്റ് ഈസ് 20 ഈസ് ഈക്വൽ ടു 10t. ടി ഈസ് ഈക്വൽ ടു, ടീനെ എവിടെ വെക്കുക? 10നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും അല്ലേ. അപ്പോൾ 20/10 കിട്ടും. 20/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 യൂണിറ്റ് സെക്കൻഡ്. 2 സെക്കൻഡ് ഈസ് ദ ടൈം. അപ്പോൾ 2 സെക്കൻഡിന് ശേഷം 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ബോള് ഗ്രൗണ്ടിൽ സ്ട്രൈക്ക് ചെയ്യും. Question number 8. The speed time graph for a car is shown in figure 8.12. Find how far does the car travel in first 4 seconds. ഗ്രാഫിൽ നിന്ന് ഡിസ്റ്റൻസ് ട്രാവൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് തരും. അപ്പോൾ അത് കണ്ടുപിടിച്ചാൽ മതിയാവും. നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ദ ഏരിയ ഓൺ ദ ഗ്രാഫ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡിസ്റ്റൻസ്. നമ്മൾ ആ ഏരിയ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ ആ പാർട്ടിൻ്റെ മാർക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി സെക്കൻഡ് പാർട്ട്, വിച്ച് പാർട്ട് ഓഫ് ദ ഗ്രാഫ് റെപ്രസെൻറ്റ്സ് യൂണിഫോം മോഷൻ ഓഫ് ദ കാർ. ഗ്രാഫിലെ ഏത് ഭാഗമാണ് യൂണിഫോം മോഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രാഫിൽ സ്പീഡ് ടൈം ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്പീഡ് ടൈം ഗ്രാഫ്. ഓക്കെ, നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഹൗ ഫാർ ഡസ് ദ കാർ ട്രാവൽ ഇൻ ഫസ്റ്റ് 4 സെക്കൻഡ് എന്നാണ്. അപ്പോൾ ആദ്യത്തെ 4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ടൈം 4 സെക്കൻഡ് ആവുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇത്രയാണ് ഗ്രാഫിൻ്റെ പാർട്ട് അല്ലേ. ഇത്രയും ഈ ഒരു പാർട്ട്, ഇതിന് നമുക്കൊരു എ എന്ന് പേര് കൊടുത്താൽ ഈ ഒ എ എന്ന് പറയുന്നതാണ് ആദ്യത്തെ 4 സെക്കൻഡിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫ്. അപ്പോൾ ഇതിനടിയിൽ വരുന്ന ഏരിയ എത്രയാണോ അത്രയും ആയിരിക്കും ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പോൾ ഈ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ട്രയാങ്കിളൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഹാഫ് BH ഉപയോഗിച്ച് ചെയ്യാമായിരുന്നു. അങ്ങനെ അല്ലാത്തത് കൊണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ച് ഏരിയ കണ്ടുപിടിക്കാറുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കുക അല്ലേ. ഏരിയ ഓഫ് 1 സ്ക്വയർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ നമ്മൾ നമ്പർ ഓഫ് സ്ക്വയർ കൊണ്ട് എത്ര അങ്ങനത്തെ സ്ക്വയർ ഉണ്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും അല്ലേ. ഒരു ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് എത്ര അങ്ങനത്തെ സ്ക്വയർ ഉണ്ട് അത് ആ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഇതൊരു സൈഡ് ഇതൊരു സൈഡ്, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് അറിയണം. സ്ക്വയർ ആയതുകൊണ്ട് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അല്ല, 2 സൈഡും എത്രയാണെന്ന് അറിയണം. ഇവിടെ സ്ക്വയറുകളാണ് ഉള്ളതെങ്കിലും 2 ഭാഗത്തുള്ള മെഷർമെൻറ്റും വ്യത്യാസമായിരിക്കും, കാരണം ഇത് ഗ്രാഫാണല്ലോ.
എക്സ് ആക്സിസിൽ ടൈം ആക്സിസിൽ എത്ര വരും? ഒരു സൈഡ് എത്രയായിരിക്കും നോക്കാം. ഒരു സൈഡ് എത്രയായിരിക്കും നോക്കിയേ. ഇവിടെ 2 4 2യുടെ ഇൻ്റർവെല്ലായിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ഡിവിഷൻ ഉണ്ട്? 1 2 3 4 5 ഇല്ലേ? അതായത് 5 ഡിവിഷനാണ് 2. അപ്പോൾ സൈഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 1 ഡിവിഷൻ്റെ ആ ഒരു മെഷർമെൻ്റ് ആണ് അല്ലേ. അത് എത്ര വരും? 5 ഡിവിഷൻ 2. അപ്പോൾ 1 ഡിവിഷൻ 2/5. ഇത് എക്സ് ആക്സിസിൽ. ഓക്കെ. ഇനി സൈഡ് 2 എന്ന് പറയുമ്പോൾ വൈ ആക്സിസിൽ 1 ഡിവിഷൻ എത്ര വരും? ഇനിയിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേഗം കിട്ടും. എത്ര വരുന്നുണ്ട്? 1 2 3. 3 ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 1 ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 ആണ്. അപ്പോൾ 2/3 ആണ് ഒരു സൈഡ് 2/5 ആണ്. ഇത് സെക്കൻഡിലും ഇത് മീറ്റർ പെർ സെക്കൻഡിലുമാണ് ഉള്ളത്. ഓക്കെ. ഇനി എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് 1 സ്ക്വയർ അല്ലേ. എ സ്ക്വയർ ആണ് സ്ക്വയറിൻ്റെ ഏരിയ ശരിക്ക്. പക്ഷേ ഒരെണ്ണം നമുക്ക് 2/5 2/3 ആണ്. അപ്പോൾ ഇതാണ് ഏരിയ. 2/3 ഇൻറ്റു 2/5 ഇൻറ്റു നമ്മൾ ഈ ഓരോ സ്ക്വയറുകളും ഒന്ന് എണ്ണണം കേട്ടോ. എണ്ണിക്കഴിഞ്ഞാൽ 62 സ്ക്വയേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. 62 സ്ക്വയേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാവും. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 16.53 മീറ്റർ ആസ് ആൻസർ. അപ്പോൾ 16.53 മീറ്റർ ഇത് ട്രാവൽ ചെയ്യും ഫസ്റ്റ് 4 സെക്കൻഡിൽ. ഓക്കെ. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. അവിടെ എന്താ ചെയ്യേണ്ടത്? ഇതിന് ഈ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ഭംഗിയിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് പാർട്ട് ബി വളരെ സിമ്പിളാണ്. വിച്ച് പാർട്ട് ഓഫ് ദ ഗ്രാഫ് റെപ്രസെൻറ്റ്സ് യൂണിഫോം മോഷൻ? യൂണിഫോം മോഷൻ ആണെങ്കിൽ നമുക്കറിയാം, യൂണിഫോം മോഷൻ്റെ കേസിൽ എങ്ങനെയാണ്? ഗ്രാഫ് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരുന്നത് അല്ലേ. ഈ ഒരു ഭാഗത്തിന് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പം എങ്ങനെ എഴുതാം നിങ്ങൾക്ക്? ദ സ്ട്രെയിറ്റ് പാർട്ട് ഓഫ് ദ കേർവ് പാരലൽ ടു ദ ടൈം ആക്സിസ് റെപ്രസെൻറ്റ്സ് യൂണിഫോം മോഷൻ. പെർഫെക്റ്റായി നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ മുതൽ ഇവിടെ വരെ നമുക്ക് പറയാം. വേണമെങ്കിൽ നിങ്ങളൊരു CD എന്നോ അങ്ങനെ പേര് കൊടുത്തിട്ട് പാർട്ട് CD ഓഫ് ദ ഗ്രാഫ് റെപ്രസെൻറ്റ്സ് യൂണിഫോം മോഷൻ എന്ന് ആൻസർ എഴുതാം. ഓക്കെ. 9th ക്വസ്റ്റ്യൻ. 10th ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആർ പോസിബിൾ ആൻഡ് ഗിവ് എൻ എക്സാമ്പിൾ ഫോർ each of these. Okay. An object with constant acceleration but with zero velocity. വെലോസിറ്റി 0 ആയിരിക്കണം, പക്ഷേ അതിനൊരു ആക്സിലറേഷനും വേണം. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? അതായത് നമ്മളൊരു കല്ലെടുത്ത് നേരെ മേലേക്ക് എറിയുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ടോപ്പിലെത്തുന്ന ഈ ഒരു പോയിന്റിൽ v=0 അല്ലേ. അതായത് വെലോസിറ്റി 0 ആണ്. ആ സമയത്ത് എന്തുണ്ട്? പക്ഷേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ആക്ടിങ് അപ്പോൺ ഇറ്റ് അല്ലേ. അതാണ്. അപ്പോൾ ഇൻ ഒബ്ജക്റ്റ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ബട്ട് വിത്ത് 0 വെലോസിറ്റി. An object moving in a certain direction with an acceleration in the perpendicular direction. ഇവിടെ നമുക്ക് ഓർക്കുന്നോ, സർക്കുലാർ മോഷൻ്റെ കേസിൽ ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ പെർപെൻഡിക്കുലറായി ടുവേർഡ്സ് ദ സെൻറ്ററാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അതായത് ഇവിടെ ഓരോ പൊസിഷൻ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ആക്സിലറേഷൻ പക്ഷേ എങ്ങനെയാണ്? ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ സർക്കുലാർ മോഷനിലൊക്കെ എല്ലാ ടൈപ്പ് സർക്കുലാർ മോഷനിലും ആക്സിലറേഷനും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ചൊരു ഹൈറ്റിൽ ഒരു എയ്റോപ്ലെയിൻ, നമ്മുടെ എർത്ത് ഇവിടെയാണ്, ഒരു എയ്റോപ്ലെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യുന്നില്ല, ഇതങ്ങ് പോകുന്നില്ലല്ലോ, ഇതങ്ങ് ഓടിപ്പോവാൻ ഇതിന് പറ്റുന്നില്ല. എന്തുണ്ട്, ഇതിൻ്റെ എൻജിൻ ഉപയോഗിച്ച് ഇത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ടുവേർഡ്സ് ഡൗൺവേർഡ്സ്, താഴേക്ക് എന്തുണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതും ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ. ഈ ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു.